വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രൊഫസർ KV തോമസ് വിദ്യാധരം ട്രസ്റ്റ് കഴിഞ്ഞ 21 വർഷങ്ങളായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാവിക്ക് വേണ്ടി സമ്പാദിക്കുക, സേവ് ഫോർ ദ ഫ്യൂച്ചർ. നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ അവർ വളരുന്നതോടൊപ്പം അവർക്ക് സമ്പാദ്യശീലം കൂടി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി. ഞങ്ങൾക്ക് കുടുക്ക കിട്ടി, അതിൽ ഞങ്ങള് കിട്ടണത് പൈസ ഒക്കെ ഇട്ട് വെക്കും. എന്നിട്ട് പഠനാവശ്യങ്ങൾക്ക് എല്ലാം ഇട്ട് വെച്ച് ബുക്കൊക്കെ മേടിക്കും. എന്റെ ചെറുപ്പകാലത്ത് കുടുക്ക വന്നിരുന്നു എന്റെ അപ്പനും അമ്മയും. അപ്പൊ എനിക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു പൈസകളൊക്കെ അതിൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് സ്കൂൾ തുറക്കുന്ന സന്ദർഭത്തിൽ പൊട്ടിച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കും, ക്രിസ്മസിന് പുതിയ ഡ്രസ്സ് വാങ്ങിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരുന്നത്. എൻ്റെ ഒത്തിരി സഹപ്രവർത്തകരും എൻ്റെ വീട്ടിൽ അനിയനും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു കാഴ്ചപ്പാടാണ് പുതിയ സമൂഹത്തിലേക്ക് നാം എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ SSLCക്കും പ്രീ ഡിഗ്രിക്കും A+ കിട്ടുന്ന കുട്ടികൾക്ക് ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടാകണം. മറ്റൊന്ന് ഞങ്ങൾ കമ്പ്യൂട്ടർ കൊടുക്കുന്നു, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ കൊടുക്കുന്നു. അതുപോലെ ജീവിതത്തിൽ വിജയം നേടിയ പ്രമുഖരായ ആളുകൾ, നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ, നമ്മുടെ സ്പേസിൽ പോയ രാകേഷ് ശർമ്മ തുടങ്ങിയ ആളുകളെ, നമ്മുടെ യൂസഫ് അലി, ജീവിതത്തിൽ ഒരു വലിയ യുദ്ധത്തിലൂടെ വിജയം പ്രാപിച്ച യൂസഫ് അലി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ കഴിഞ്ഞ 21 വർഷമായി ജനപിന്തുണ നടത്തുന്നത്. അത് വിദ്യാർത്ഥി സമൂഹത്തിൽ ഒരു പുതിയ ഇൻസ്പിറേഷൻ നൽകുന്നതിനാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ന് നടത്തിയ സേവ് ഫോർ ദ ഫ്യൂച്ചർ. ഞങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന 1450 കുടുക്കകൾ. അതിൻ്റെ കുറച്ച് പൈസ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം കുട്ടികൾക്ക് ഞങ്ങൾ മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നുണ്ട്. പുതിയൊരു ഇക്വേഷൻ, സമ്പാദ്യം വരവ് മൈനസ് സമ്പാദ്യം = ചെലവ്, ഈ രീതിയിലുള്ള ഒരു ഫോർമുല ഞങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണ്. അവർക്ക് ഭാവി ഐശ്വര്യപൂർണ്ണമാകാൻ, അവർക്ക് നല്ല ജീവിതം കിട്ടാനും ഇത്തരം പ്രവർത്തനങ്ങൾ കഴിയുമെന്നാണ് ഞങ്ങളുടെ ഞാൻ കുടുംബ ചെയ്യാൻ പോണത്. സമ്പാദ്യം കൂട്ടിയിട്ട് ഇങ്ങനെ വീടുകളുടെ ആവശ്യങ്ങൾക്ക്, പഠന ആവശ്യങ്ങൾക്ക് അതിനൊക്കെ ഉപയോഗിക്കാനാണ് ആഗ്രഹം. എന്റെ കയ്യിൽ കുറെ കുടുക്കുണ്ട്, അതിലൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് പഠനാവശ്യത്തിനാണ് ഉപയോഗിക്കാറ്. അധികം ഗവൺമെന്റ് സ്കൂളുകൾക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. നമ്മുടെ സ്വകാര്യ സ്കൂളുകൾക്ക് പരിമിതം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി പരിശോധിച്ചിട്ടാണ് കുട്ടികൾക്ക് സ്കൂളുകൾ തിരഞ്ഞെടുക്കുക. ഞങ്ങൾ ട്രസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ട്രസ്റ്റ് പരിശോധിച്ചിട്ട് നമുക്ക് എല്ലാ സ്കൂളുകളും അറിയാം. എങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് ഗവൺമെന്റ് സ്കൂളുകൾ.